ഹലോ ഗൈസ്, ഏതും ജന്മകൽപ്പന പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മുടെ ശ്രുതിക്ക് ഒരുപാട് പല കളറിലുള്ള കുപ്പിയോളകളൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതിയും അശ്വിനും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ. അതിനുശേഷം ഇവർ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നീട് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സെലിൻ നമ്മുടെ ശ്രുതിയെ പതുക്കെ വിളിക്കുക കേട്ടോ. ശ്രുതി, ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതി ഇങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെ ശ്യാമായിരിക്കും. ശ്യാം ഇവിടെ കണ്ടപാട് തന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കുന്നുണ്ട്. നീ എന്റെ നിരപരാധിത്വം ഇവിടെ പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടെ ഒരിക്കലും വാഴില്ല എന്നൊക്കെ പറഞ്ഞ് കഴുത്തിന് പിടിച്ച് കൊല്ലാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ സെലിനാണ് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ശ്യാമിനെ അതിൽ നിന്നും വിടിയിക്കുന്നത്. ശ്യാം പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. അപ്പത്തേക്കും സെയിം സമയത്ത് നമ്മുടെ അശ്വിൻ വരുന്നുണ്ട്. അപ്പൊ അശ്വിൻ വരുമ്പോൾ എന്താ നിങ്ങൾ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സെലിം പറയുന്നുണ്ട്, ഇല്ല, ഞാനിങ്ങനെ ബാൽക്കണിയിൽ നിൽക്കുമായിരുന്നു. അപ്പൊ മാഡം പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ എന്റെ സങ്കടങ്ങൾ പറയുമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ സെലിൻ ഒന്ന് കഥ മാറ്റിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം അശ്വിൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയോട് ഭയങ്കരമായിട്ട് മാപ്പ് പറയുന്നുണ്ട്. ശ്രുതി, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ശ്രുതിയെ കാണണമെന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ വിളിക്കുകയായിരുന്നു, ശ്യാം സാർ ഇങ്ങനെ വിളിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ശ്രുതിയെ വിളിച്ചു പോയി. ശ്രുതി ഇത് ആരോടും പറയരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം, ശ്രുതിയോട് ക്ഷമിക്കണം, മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സെലിൻ അവിടെ വേറൊരു കഥ ഇങ്ങനെ എന്താ പറയാ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ശ്രുതി പോയി കിടക്കുന്നുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മുടെ സെലിൻ വന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി, ഞാൻ ഇവിടെ നിന്നും പോകുക, എന്നാലേ നിങ്ങൾക്ക് എന്നോടുള്ള തെറ്റിദ്ധാരണ മാറുള്ളൂ എന്ന് നമ്മുടെ ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ പോവുകയവർ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ നിന്റെ മേലുള്ള എൻ്റെ ഒരു നോട്ടം ഇനി കൂടും, അത് നീ ഓർത്തിരുന്നോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സെലിം പറയുന്നുണ്ട്, ശരിയാണ്, എനിക്കറിയാം, ഇനി പണ്ടത്തെ പോലെ ശ്രുതിയുടെ മുന്നിൽ വരാനോ ശ്രുതിയോട് സംസാരിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ്. അപ്പൊ ശ്രുതിക്ക് എന്തോ മനസ്സിലായിട്ടുണ്ട്, സെലിന്റെ ഈ വരവിന് പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട്, സെലിൻ വെടിപ്പല്ല എന്നുള്ള ഒരു കാര്യം നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാകുന്ന ആ ഒരു ശ്രുതിയുടെ സെലിന്റെ കള്ളത്തരം നമ്മുടെ ശ്രുതി ഏതാണ്ട് പിടികൂടുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിരുന്നു കേട്ടോ കൂട്ടുകാർ ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിച്ചത്. മറക്കാതെ നമുക്ക് കാത്തിരുന്ന് കാണാത്ത അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.